നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് വീണ്ടും വൻ ഡിമാൻഡ് വർദ്ധിച്ച് വില കുതിച്ചു വരികയാണ്. രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് RSS 4 രൂപയിലേക്ക് 252 രൂപ 50 പൈസയ്ക്കായിരുന്നു. എങ്കിലും പിന്നീട് ഉച്ചയായപ്പോഴത്തേക്ക് വില ഉയർന്ന് 262 രൂപയൊക്കെ ആയിരുന്നു RSS 4 വില. കൊച്ചിയിൽ 258 രൂപ മുതൽ 259 രൂപ വരെ ആയിരുന്നു RSS 5 വില. 255 രൂപയും ലൂസിന് 249 രൂപയും ലോട്ടിന് 210 രൂപ മുതൽ 215 രൂപ വരെയും ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 147 രൂപ മുതൽ 154 രൂപ വരെയും ലാറ്റക്സിന് 154 രൂപ, ഫീൽഡ് ലാറ്റക്സിന് 230 രൂപ, ISNR 20 205 രൂപ. ആ നിരക്കിലായിരുന്നു ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയൊക്കെയുള്ള കച്ചവടം നടന്നത്. പിന്നീട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് വില താഴ്ന്നു, എങ്കിലും ഡിമാൻഡുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റബ്ബർ വില RSS 4 1 കിലോയ്ക്ക് 254 രൂപ 50 പൈസയ്ക്കും, RSS 5 1 കിലോയ്ക്ക് 251 രൂപ 50 പൈസയ്ക്കും, ISNR 20 1 കിലോയ്ക്ക് 208 രൂപ, ലാറ്റക്സ് 60% 161 രൂപ 70 പൈസ, പിന്നെ ലൂസിന് 249 രൂപ, ലോട്ടിന് 210 രൂപ മുതൽ 215 രൂപ വരെയും ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 147 രൂപ മുതൽ 154 രൂപ വരെയും, ഫീൽഡ് ലാറ്റക്സിന് 230 രൂപ ഫാക്ടറി വില, ISNR 20 വില 205 രൂപ. അപ്പോൾ ഈ നിരക്കിലാണ് ഇപ്പോൾ റബ്ബർ വില ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ വില തന്നെ ആയിരിക്കും നാളെ പത്രത്തിലും വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പരാതി പറയുമായിരുന്നല്ലോ, ഞാൻ തലേന്നത്തെ വിലയാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ നാളെ രാവിലെ പത്രത്തിൽ വരുന്ന വിലയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചൊന്ന് വില താഴ്ന്നപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു പോയി. റെയിൻ കാർഡ് ഇട്ടിരിക്കുന്നവർ പോലും പേടിച്ചു പോയി. ഇനി റബ്ബർ വില താഴ്ന്നു പോകണമെങ്കിൽ റെയിൻ കാർഡ് ഇട്ടതിൻ്റെ ക്യാഷ് കയ്യിൽ നിന്ന് പോയല്ലോ, വളം ഇട്ടതിൻ്റെ ക്യാഷ് കയ്യിൽ നിന്ന് പോയല്ലോ, കാർഡ് എടുത്തതിൻ്റെ പോയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പലരും കണക്കൂട്ടിയിരുന്നു. അപ്പോൾ റബ്ബർ വില കൂടിയ സമയത്താണ് പലരും ടാപ്പിംഗ് ആരംഭിച്ചത് പോലും. അപ്പോൾ വില കുറവാണെങ്കിൽ ടാപ്പിംഗ് ആരംഭിക്കുന്നില്ല എന്നാണ് ചില കർഷകർ മാറി നിന്നത്. അപ്പോൾ വില കൂടിയപ്പോഴാണ് ടാപ്പിങ്ങിനായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ടാപ്പിങ്ങിന് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരു തോട്ടങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന തോട്ടങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടും റബ്ബർ മേഖലയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇതാണ്. അതായത് വിപണിയിലോട്ട് കൂടുതൽ ചരക്ക് വരും. കാരണം 250 രൂപയെങ്കിലും വിലയുണ്ടെങ്കിലേ ഈ കർഷകർക്ക് ഒരു ചെറിയൊരു നേട്ടമെങ്കിലും ഉള്ളൂ. അപ്പോൾ റെയിൻ ഗാർഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം വില താഴ്ന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തീർത്തും അവർ ടാപ്പിംഗ് ചെയ്യില്ല. അപ്പോൾ അവർ ഈ റെയിൻ ഗാർഡിംഗ് ചെയ്തത് നഷ്ടമായിട്ട് വരും. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇപ്പോൾ റെയിൻ ഗാർഡിംഗ് ചെയ്തിരിക്കും. ഇപ്പോഴാണ് പാൽ ഉൽപ്പാദനം കൂടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ജൂൺ മാസം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നല്ല ആദായം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ റെയിൻ ഗാർഡ് ഇട്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. നമുക്ക് ഈ സമയത്താണ് ആദായം കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഈ സീസൺ ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് ഈ വേനൽക്കാലത്ത് ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഇത്ര ഒരു ആദായം കിട്ടില്ല. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ മറ്റോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.